പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞ പടം കണ്ടു. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഇതെല്ലാവർക്കും വർക്കാവുന്ന ഡൗട്ടാണ്. അതാദ്യം തന്നെ പറയാം. എനിക്ക് ഈ സിനിമ വർക്കാവാനുള്ള മെയിൻ കാരണങ്ങളൊന്ന് ഇതിലെ ഭാഷയും ഇതിൻ്റെ ഒരു ടെറൈനും റീജിയനൊക്കെ തന്നെയാണ്. പാലക്കാടാണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പാലക്കാടാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് മുഴുവൻ. പക്ഷേ അവിടെയുള്ളൊരു ഫിക്ഷണൽ ഗ്രാമമായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പട്ടട എന്നൊക്കെ പറഞ്ഞ് ഒരു ഫിക്ഷണൽ യൂണിവേഴ്സ് പോലെ. പക്ഷേ ഈ പറയുന്ന ടെറയും പാലക്കാടാണ്, നമുക്ക് കണ്ടറിയാം. ദെൻ ഇവർ സംസാരിക്കുന്നത് ഫുള്ള് പാലക്കാടൻ ഭാഷയാണ്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് ഈ സിനിമയിൽ കൂടുതലായിട്ട് വർക്കാവാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്ന്. കാരണം നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന, സ്ഥിരം കാണുന്ന സ്ഥലങ്ങളും സ്ഥിരം സംസാരിക്കുന്ന ഭാഷയൊക്കെ ഓൺ സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അതിപ്പോൾ ട്രിവാൻഡ്രം ഭാഷ സംസാരിക്കുന്നവർക്കും കാസർഗോഡ് ഭാഷ, കണ്ണൂർ ഭാഷയൊക്കെ സംസാരിക്കുന്നവർക്ക് അറിയാം. അങ്ങനത്തെ കുറേ സിനിമകൾ ഇറങ്ങാറുണ്ട്. പാലക്കാടൻ ഭാഷയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പടങ്ങളാണ് വല്ലപ്പോഴൊക്കെ ഇറങ്ങാറുള്ളൂ. സോ അത് സ്ക്രീനിൽ കാണുമ്പോൾ രസമുണ്ടായിരുന്നു. അതാണ് കൂടുതലായിട്ട് ഈ സിനിമ ഒരു എൻഗേജിങ് ഫാക്ടർ എനിക്ക് പേഴ്സണലി ഉണ്ടായത്. ദെൻ ഈ സിനിമ മെയിൻലി ഒരു ലെയേർഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോർ തീം നല്ല രസമാണ്. അതൊരു പക്ഷേ ഇനിയിപ്പോൾ OTT റിലീസൊക്കെ വരുന്നു കഴിഞ്ഞ് കുറേ ഹിഡൻ ഡീറ്റെയിൽസും കുറേ ഡീകോഡിംഗ് ഒക്കെ വരും. ഇതാണ് ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ. പക്ഷെ ഒരു വേറെ ലെവൽ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ പറയാനുള്ള കാര്യത്തിൽ നീറ്റായിട്ട് ഒരു സറ്റയറിക്കൽ മോഡിൽ ഇവർക്ക് കാണിച്ചു പോകാൻ പറ്റിയിരുന്നു. നമ്മളൊരു ജല്ലിക്കെട്ടില്ലേ, ആ ജല്ലിക്കെട്ടിൻ്റെ തന്നെ ഒരു സറ്റയറിക്കൽ വെർഷൻ എന്ന രീതിയിലാണ് എനിക്ക് പടം മൊത്തത്തിൽ കണ്ടപ്പോൾ തോന്നിയത്. ഒരു ഗ്രാമം, അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പേപ്പട്ടികൾ ഇറങ്ങാറുണ്ട്. അങ്ങനെ ഇറങ്ങുന്നൊരു പേപ്പട്ടി, നമ്മുടെ ഈ ടോവിനോൻ്റെ ക്യാരക്ടർ, ടോവിനോ വോയിസ് ഓവർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ ഒരു പേ പിടിച്ച ഒരു പട്ടിയാണെന്ന് പറഞ്ഞ് നാട്ടുകാർ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതേ നാട്ടിൽ തന്നെ ഒരു ചെറുക്കനും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് പുറത്തേക്ക് വരുന്നതും അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നാട്ടുകാർ കുറേ ഇറങ്ങുന്നതൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. ഒരൊറ്റ ദിവസം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഈ സിനിമയുടെ കഥ മുഴുവൻ പോകുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇൻ്റർലിങ്ക് ചെയ്ത് കാണിക്കുന്നത്, ഇത് രണ്ടും തമ്മിലാണ് എന്താണ് ബന്ധം, ആ ഒരു വില്ലേജിൽ ആ ഒരു ദിവസം എന്താണ് നടന്നതെന്നുള്ളതായിരിക്കും കാണിച്ചു തരാം. ആൻഡ് അതിൽ കുറേ പുതിയ ക്യാരക്ടേഴ്സ് എന്നല്ല, കുറേ ആക്ടേഴ്സ് ഉണ്ട്, കുറേ പുതിയ മുഖങ്ങളാണ്, ഇവരുടെ എല്ലാം ഫ്രഷ് ഫേസാണ്. ആൻഡ് ഇവരെല്ലാം ഐ തിങ്ക് ഈ ഒരു കൊല്ലങ്കോടും ആ ഒരു പരിസര പ്രദേശത്തുള്ള ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അത്ര നാച്ചുറലായിട്ടാണ്, അത്ര ഫ്ലുവൻ്റ് ആയിട്ടാണ് ഈ ഭാഷ സംസാരിക്കുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം അങ്ങനെ തന്നെയാണ്. സോ അതിൽ പ്രത്യേകിച്ച് ഒരു അമ്മൂമ്മയുടെ ഒരു ക്യാരക്ടറുണ്ട്. അതേപോലത്തെ എടുത്തു പറയാൻ പറ്റിയ കുറേ പേരുണ്ട്. നല്ല കിഡിലിനായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അവർ ആക്ച്വലി അവർക്ക് ആ ഒരു പക്ഷേ വേറെ വല്ല ഭാഷയിലോ ഇന്ന സാധനം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ ചിലപ്പോൾ ഇത് കിട്ടില്ല. അവരെ കൊണ്ടിങ്ങനെ ഫ്രീ ആക്കി വിടില്ലേ. നമ്മളിപ്പോൾ ഒരു ശരിക്കും ഒരു അടി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാകും. അതേ രീതിയിൽ ഉള്ള കുറേ സാധനങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നു. സോ നാച്ചുറലായിട്ട് വന്നിട്ടുള്ള കുറേ ആക്ടിങ് മൊമെൻറ്റ്സ് നന്നായിട്ട് സിനിമയിൽ വർക്കായിട്ടുണ്ട്. അതിന് പക്ഷേ എല്ലാ സമയത്തും എനിക്കത് എൻഗൾഫ് ചെയ്യാൻ പറ്റിയില്ല. കുറേ സമയത്തൊക്കെ പ്രത്യേകിച്ച് രണ്ട് പേര് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉള്ള സമയത്തൊക്കെ സിനിമ കുറച്ച് പ്ലെയിനായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തു. സോ ഒരു പ്രോപ്പർ പേസിങ് ഇല്ല, എങ്കിലും നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടമാണെന്ന് പറയാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഹൈ മൊമെൻറ്റ്സും കുറേ ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ത്രൂ ഔട്ട് കോമഡി എൻ്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. തുടക്കം കുറേ സമയത്ത് സിനിമയിൽ ഒന്നുമില്ല, ഭയങ്കര പ്ലെയിൻ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ലെയർഡായിട്ട് കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹ്യൂമറൊന്നും എല്ലാ സ്ഥലത്തൊന്നും വർക്കാവാത്ത പോലെയുണ്ട്. സോ എനിക്കൊരു ഒരു മിക്സ്ഡ് ബാഗ് എന്ന രീതിയിലുള്ള, പക്ഷേ ഒരു വട്ടമൊന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഐറ്റമായിട്ട് തോന്നി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് എനിക്കിഷ്ടമായി. ഇതുപോലെ ഒരു പക്ഷേ എല്ലാവർക്കും ഇത് വർക്കാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കോമൺ അഭിപ്രായം പറയാൻ പറ്റുന്നൊരു സിനിമയല്ല. ഇതെല്ലാവരും കണ്ടു തന്നെ നോക്കണം, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് എടുക്കുക. പിന്നെ തന്നെ ഇതിന് ആർട്ട് വർക്ക് അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ഈ നൊസ്റ്റാൾജി തരുന്ന നമ്മളിവിടെ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ, ഫോർ ഒരു ചെറിയ എക്സാമ്പിൾ, ഈ സൈക്കിളിൻ്റെ റിമ്മിൽ ഒരു സാധനം ഇല്ലേ, ഇങ്ങനെ ഒരു ബോൾ പോലത്തെ ഒരു സാധനം, അത് പണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് എത്ര വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും സൈക്കിൾ വേണ്ട, അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല, സൈക്കിൾ കടയില്ല. ഈ സാധനം ഒരു കിളി ജോത്സ്യക്കാരൻ്റെ ഒരു കൂടുണ്ടാവില്ല, അതിൽ ഈ സാധനം ഒരു മുത്തിട്ടുണ്ട്. ഇതേപോലത്തെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ആർട്ടിൽ ഇവരിങ്ങനെ ചെതറിച്ച് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആർട്ട് വർക്ക് നന്നായിരുന്നു. അതിൻ്റെ ഒരു ടെറൈൻ, ദെൻ അതിൻ്റെ ഒരു ജോഗ്രഫിയും അതിനവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും, അവിടെയുള്ള കുറേ മൃഗങ്ങളും അവിടെയുള്ള കുറേ ആൾക്കാരും, അതിൻ്റെ ഈവൻ അങ്ങനത്തെ കുറേ നമുക്ക് ഒരു നാടൻ ഒരു പച്ചപ്പ് തരുന്ന കുറേ സാധനങ്ങൾ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ഉള്ളവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളും ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഇത് എനിക്ക് വർക്കായി എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേറെ ലെവൽ പടം എന്നൊന്നും ഞാൻ പറയില്ല. ഒരു വട്ടം കാണാൻ പറ്റുന്നൊരു ഐറ്റം അത്രമാത്രമേ ഉള്ളൂ. സോ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.